കല്യാണം കഴിഞ്ഞ് മണവാട്ടിയും മണവാളനും അതാ ബെഡ്റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ അവരുടെ മണിയറയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പറയും ആരും അവരെ ശല്യം ചെയ്യല്ലേ, കുട്ടികളോട് പറയും അങ്ങോട്ട് പോകരുത്, അവരുടെ ആദിരാത്രിയാണ്, അവര് സന്തോഷത്തോടെ ഇരിക്കട്ടെ, അവര് ജീവിതം തുടങ്ങുകയാണ്, അവരെ ശല്യം പോലും ചെയ്യാൻ പാടില്ല എന്ന് പ്രായമുള്ള ഉമ്മമാര് പറയുമായിരുന്നു. പടച്ചവനെ അത് പണ്ടായിരുന്നടോ, അതൊക്കെ പണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ. ഇന്ന് പടച്ചവനെ മണിയറയ്ക്കകത്ത് പുതുമണവാട്ടിയും മണവാളനും കയറുമ്പോ ആ കട്ടിലിനടിയിൽ കയറി പതുങ്ങിയിരിക്കുന്നവരുണ്ട്, പടക്കം പൊട്ടിക്കുന്നവരുണ്ട്, ആ പുതിയ പഴയ വീടിന്റെ പുറത്തിറക്കിയിട്ട് അകത്ത് കയറി പൂട്ടിക്കിടക്കുന്ന കൂട്ടുകാരുണ്ട്. ഇന്നങ്ങനെ പല അനാചാരങ്ങളാണ് നടക്കുന്നത്. ഈ സമുദായത്തിന് തന്നെ നാണക്കേട് വരുത്തുന്ന രീതിയിൽ വിവാഹമെന്ന് പറയുന്ന ആ പുണ്യമായ കർമ്മം നടത്തുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാ നടക്കുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ മുസ്ലിം ഉമ്മത്ത് കാണിക്കുന്ന അഹങ്കാരം എത്ര വലുതാ. ഗാനമേളകൾ നടത്തുന്നവരുണ്ടല്ലോ, പടച്ചവരെ അറബി കല്യാണം, മഞ്ഞ കല്യാണം, മൈലാഞ്ചി കല്യാണം, ഇന്നെത്ര കല്യാണമാണോ നടക്കുന്നത്? ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയുവോ? അല്ലാ, ഏത് കുടുംബത്തിലും ഒരു നല്ലവൻ കാണും സഹോദരാ. എല്ലാവരും തലതിരിഞ്ഞു പോകാറില്ല, ഒരു കുടുംബത്തിലെ എല്ലാവരും തലതിരിഞ്ഞു പോകാറില്ല, ഒരാളെങ്കിലും നല്ലവൻ കാണുമല്ലോ. എന്നാ പടച്ചവനെ ഇന്നത്തെ വിവാഹങ്ങൾ നടക്കുന്നത് കാണുമ്പോ ആ കുടുംബത്തിൽ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ പോയടോ. ഒരു കാരണവരെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ വൃത്തികേടുകൾ നടക്കില്ലായിരുന്നല്ലോ. ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ പോയി. എങ്ങനെ പറയാനാണ്? ഈ തിരുത്തണ്ട വാപ്പയാണ് ഒന്നാമത് ഡാൻസ് കളിക്കുന്നത്, ഉമ്മയാണ് കിടന്ന് ഡാൻസ് കളിക്കുന്നത്. 15ഉം 20ഉം വയസ്സുള്ളവരുടെ കഥയല്ല, 40ഉം 50ഉം കഴിഞ്ഞവര് പോലും എന്തെല്ലാം പേക്കൂത്തുകളാണ് കാണിക്കുന്നത്. ലക്ഷങ്ങളെ ചെലവഴിക്കുകയാണ്.